നമസ്കാരം. തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ നൽകിയ കനത്ത പ്രഹരത്തിന് പിന്നാലെ തങ്ങൾ തിരുത്തുമെന്ന് നാടുനീളെ പ്രഖ്യാപിച്ച CPM-ൽ ഇപ്പോൾ എന്താണ് നടക്കുന്നത്? തിരുത്തലല്ല, പകരം പാർട്ടിക്കുള്ളിൽ പരസ്പരം ചെളി വാരിയെറിയലും കൂട്ടത്തല്ലുമാണ്. തോൽവിയുടെ യഥാർത്ഥ കാരണങ്ങളിൽ തുടങ്ങി പാർട്ടി വിട്ടുപോയവരോടുള്ള സമീപനങ്ങളിൽ വരെ ഭിന്നതകൾ രൂക്ഷമായി മറനീക്കി പുറത്തുവരികയാണ്. പണ്ട് VS പിണറായി കാലത്തുണ്ടായ വിഭാഗീയതകൾക്ക് ശേഷമുള്ള ഏറ്റവും വലിയ ആഭ്യന്തര പ്രതിസന്ധിയിലൂടെയാണ് CPM ഇപ്പോൾ കടന്നു പോകുന്നതെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നേതൃത്വത്തിൽ കാര്യങ്ങൾ ഒട്ടും ഭദ്രമല്ലെന്ന വ്യക്തമായ സൂചനകളാണ് ദിവസവും പുറത്തുവരുന്നത്. ജനറൽ സെക്രട്ടറി MA ബേബി എടുത്ത നിലപാടിനെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ പിണറായി വിജയനും MV ഗോവിന്ദനും പരസ്യമായി നിരാകരിച്ചത് വലിയ ചർച്ചയായിരുന്നു. തിരുത്തുമെന്ന് പ്രഖ്യാപിച്ച CPM-ൽ ഇപ്പോൾ നടക്കുന്നത് പരസ്പരമുള്ള തിരുത്തലാണ്. തോൽവിയുടെ കാരണങ്ങൾ മുതൽ പാർട്ടി വിട്ടവരോടുള്ള സമീപനങ്ങളിൽ വരെ ഭിന്നതകൾ മറനീക്കുന്നതിന്റെ അസ്വസ്ഥതയിലാണ് പാർട്ടി. വിഭാഗീയതയ്ക്ക് ശേഷമുള്ള വലിയ പ്രതിസന്ധിയിലൂടെയാണ് CPM കടന്നുപോകുന്നത്. ജനറൽ സെക്രട്ടറി MA ബേബിയുടെ നിലപാടിനെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ പിണറായി വിജയനും MV ഗോവിന്ദനും പരസ്യമായി നിരാകരിച്ചത് ചർച്ചയായിരുന്നു. തൊട്ടു പിന്നാലെയാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ MV ജയരാജനെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം പരസ്യമായി തള്ളിപ്പറഞ്ഞത്. അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളിപ്പറഞ്ഞ നേതാക്കൾ പാർട്ടിയെ വലിയൊരു നാണക്കേടിലേക്കാണ് എത്തിച്ചിരിക്കുന്നത്. ഈ തർക്കങ്ങളുടെ ഒറിജിനൽ പശ്ചാത്തലം എന്താണെന്ന് നമുക്കൊന്ന് നോക്കണം. തളിപ്പറമ്പിൽ MV ഗോവിന്ദന് പകരം അദ്ദേഹത്തിന്റെ ഭാര്യ PK ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കാനുള്ള ചർച്ചകൾ പാർട്ടിയിൽ നടന്നപ്പോൾ സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ ഗോവിന്ദൻ തന്നെ ഇടപെട്ട് ആ നീക്കം ഒഴിവാക്കേണ്ടതായിരുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി MA ബേബിയാണ് ആദ്യ നിലപാട് പറഞ്ഞത്. തളിപ്പറമ്പിൽ തനിക്ക് പകരം ഭാര്യ PK ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കാനുള്ള ചർച്ച നടന്നപ്പോൾ ഗോവിന്ദൻ തന്നെ ഇടപെട്ട് ആ നീക്കം ഒഴിവാക്കേണ്ടതായിരുന്നെന്ന് ചൂണ്ടിക്കാട്ടി MA ബേബിയാണ് ആദ്യം രംഗത്തെത്തിയത്. കുടുംബമഹിമ നോക്കിയാണോ പാർട്ടിയിൽ സീറ്റ് കൊടുക്കുന്നത് എന്ന ചോദ്യമാണ് ബേബി ഉയർത്തിയത്. എന്നാൽ തോൽവിയുടെ പേരിൽ വ്യക്തികളെ മാത്രം കുറ്റപ്പെടുത്താൻ പാർട്ടി മുതിരാറില്ലെന്ന് പറഞ്ഞ് പിണറായിയും ഗോവിന്ദനും ചേർന്ന് ബേബിയെ അപ്പോൾ തന്നെ ഓർമ്മിപ്പിച്ച് വായടപ്പിക്കുകയായിരുന്നു. തോൽവിയുടെ പേരിൽ വ്യക്തികളെ കുറ്റപ്പെടുത്താൻ പാർട്ടി മുതിരാറില്ലെന്നാണ് പിണറായിയും ഗോവിന്ദനും ബേബിയെ ഓർമ്മിപ്പിച്ചതെന്ന് ഓർക്കണം. തർക്കങ്ങളൊന്നും അവിടെയും തീരുന്നില്ല. തളിപ്പറമ്പിലും പയ്യന്നൂരിലും സ്ഥാനാർത്ഥിത്വം പാടെ പിഴച്ചുപോയെന്ന് കണ്ണൂരിലെ പ്രമുഖ നേതാവ് MV ജയരാജൻ തുറന്നു പറഞ്ഞു. അവിടെ പാർട്ടിയെ ഞെട്ടിച്ചുകൊണ്ട് പാർട്ടി വിട്ടുപോയ TK ഗോവിന്ദനെയും V കുഞ്ഞികൃഷ്ണനെയും തിരിച്ചു വിളിച്ച് കാര്യങ്ങൾ തിരുത്തിയാൽ മാത്രമേ പാർട്ടിയുടെ പഴയ പ്രതാപം തിരികെ കൊണ്ടുവരാൻ സാധിക്കൂവെന്ന് ജയരാജൻ വാദിച്ചു. അത് കേട്ടതോടെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് കടുത്ത പ്രകോപനമുണ്ടായി. വർഗവഞ്ചകർക്ക് ഈ പാർട്ടിയിൽ യാതൊരു സ്ഥാനവുമില്ല എന്ന് പരസ്യമായി തുറന്നടിച്ച് ഗോവിന്ദൻ സ്വന്തം അണികൾക്ക് മുന്നിൽ വെച്ച് ജയരാജനെ കടുത്ത ഭാഷയിൽ തിരുത്തി നാണം കെടുത്തുകയാണ് ചെയ്തത്. സ്വന്തം തെറ്റുകൾ തിരുത്താൻ ആവശ്യപ്പെടുന്നവരെ പോലും വർഗവഞ്ചകരാക്കുന്ന പാർട്ടി എങ്ങനെയാണ് ജനങ്ങൾക്ക് മുന്നിൽ തിരുത്തൽ നടത്തുക? PB അംഗമായ A വിജയരാഘവനും കേന്ദ്ര കമ്മിറ്റി അംഗമായ പുത്തുലത്ത് ദിനേശനും പാർട്ടിയുടെ കനത്ത പരാജയത്തെക്കുറിച്ച് എഴുതിയ കുറിപ്പുകൾ പരസ്പരം ആക്രമിക്കുന്ന വ്യത്യസ്ത വ്യാഖ്യാനങ്ങൾക്കാണ് വഴിവെച്ചത്. എല്ലാം തികഞ്ഞവനെന്ന് സ്വയം അഹങ്കരിക്കുന്ന പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെതിരെ നിയമസഭയ്ക്കുള്ളിൽ സ്വന്തം കേന്ദ്ര കമ്മിറ്റി അംഗമായ KN ബാലഗോപാൽ നടത്തിയ പ്രസ്താവനയാണ് ഇപ്പോൾ ഏറ്റവും വലിയ ചർച്ചാ വിഷയമായിരിക്കുന്നത്. നിയമസഭയ്ക്കുള്ളിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വേണ്ടതുപോലെ ഇടപെടുന്നില്ലെന്ന് വ്യാഖ്യാനിക്കാവുന്ന ഒരു പ്രസ്താവന തന്നെയാണ് കേന്ദ്ര കമ്മിറ്റി അംഗമായ K ബാലഗോപാൽ നടത്തിയത്. പാർട്ടിക്കുള്ളിലും പുറത്തും അത് വലിയ ചർച്ചയായി. സഭയ്ക്കുള്ളിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വേണ്ടതുപോലെ ഇടപെടുന്നില്ല എന്നാണ് ശക്തമായ ആരോപണങ്ങൾ ഉണ്ടായിട്ടുള്ളത്. കനത്ത തോൽവി പരസ്യമായ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് കാരണമാകരുതെന്ന് കഴിഞ്ഞ സംസ്ഥാന കമ്മിറ്റിയിൽ ക്ലാസ് എടുത്ത അതേ സെക്രട്ടറി MV ഗോവിന്ദൻ തന്നെ ഇപ്പോൾ ചില കാര്യങ്ങളിൽ പരസ്യമായി വിയോജിപ്പ് പ്രകടിപ്പിക്കാൻ നിർബന്ധിതനായിരിക്കുകയാണ്. സംഘടനയിലും പാർലമെന്ററി രംഗത്തും വലിയ മാറ്റം വേണമെന്ന് വാദിക്കുന്ന വലിയൊരു വിഭാഗം നേതാക്കളാണ് പാർട്ടിക്കുള്ളിൽ ഇപ്പോൾ ശക്തമായ ശബ്ദവുമായി ഉയർന്നു വന്നിട്ടുള്ളത്. സംഘടനയിലും പാർലമെന്ററി രംഗത്തും മാറ്റം വേണമെന്നാണ് അവർ വാദിക്കുന്നത്. ചുരുക്കത്തിൽ ചില അസാധാരണമായ തീരുമാനങ്ങൾ എടുക്കേണ്ട തരത്തിലുള്ള കനത്ത തോൽവിയാണ് ലോക്സഭയിലും നിയമസഭയിലും CPM-ന് സംഭവിച്ചിരിക്കുന്നത് എന്ന വികാരം MA ബേബി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ പരസ്യമായി പങ്കിടുന്നുണ്ട്. പാർട്ടിക്കുള്ളിലെ പുതിയ വലിയൊരു ചേരിതിരിവിനാണ് ഈ സംഭവങ്ങളെല്ലാം വ്യക്തമായ സൂചന നൽകുന്നത്. അഹംഭാവവും അഹങ്കാരവും തെറ്റുകളും തിരുത്താൻ തരിമ്പും തയ്യാറാകാത്ത CPM നേതാക്കൾ ഇനി ജനങ്ങൾക്ക് മുന്നിൽ പൂർണ്ണമായും ഒറ്റപ്പെടുമെന്ന് മാത്രമല്ല CPM-ന്റെ പതനവും ഇനി വിദൂരമല്ല.